അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടി എടുക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. അപ്പോൾ എന്ന് വെച്ചാൽ ഈ 3-4 ടൈപ്പ് ചലാനുകൾ വരും. ഒന്ന് കോർട്ട് ചലാൻ ഉണ്ടാവും, വെർച്വൽ കോർട്ട് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ പേ നൗ ആയിട്ട് അടയ്ക്കാൻ പറ്റിയ ചലാനുകൾ ഉണ്ടാവും. അതായത് ഈ വെർച്വൽ കോർട്ട് ആണെങ്കിലും അതുകൊണ്ട് പേ നൗ ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഓൺലൈനിൽ തന്നെ അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ചിലത് കോർട്ട് ചലാനുകൾ ഉണ്ടാവും. ഈ കോർട്ട് ചലാൻ എന്ന് പറയുന്നത് UP-ലോ ഇത് അതർ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്ന വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ അതിന് UP ചലാനുകൾ ഉണ്ടാവും, ഹരിയാന ഉണ്ടാവും, പഞ്ചാബ് ഉണ്ടാവും, ഹിമാചൽ ഉണ്ടാവും, ഇതേപോലെയുള്ള ഒരുപാട് സ്റ്റേറ്റിലുള്ള ചലാനുകൾ ഉണ്ടാവും. അത് നമ്മൾ കോർട്ട് തന്നെ അടയ്ക്കേണ്ടി വരും. അതായത് അവിടെയുള്ള ഏതെങ്കിലും അഡ്വക്കേറ്റിനെ കാര്യങ്ങളെ ബന്ധപ്പെട്ടിട്ട് അവിടെ തന്നെ പോയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് വണ്ടികൾക്ക് കാണാം ഡൽഹിയിൽ നിന്ന് നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് NOC നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഈ ചലാനുകൾ ഒരുപാട് ചലാൻ അടയ്ക്കാനുള്ളതിൻ്റെ പേരിൽ നമ്പർ ആവുന്നില്ല. അതായത് NOC കിട്ടിയാൽ പോലും നിങ്ങൾക്കത് നമ്പറാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ പേ നൗ പോലുള്ള ചലാനുകൾ അത് OTP വേണ്ടി ഉണ്ടാവും, OTP ഇല്ലാതെ അടയ്ക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുറേയൊക്കെ നാട്ടിൽ നിന്ന് നമുക്ക് അടയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വെർച്വൽ കോർട്ട് പോലുള്ളതൊക്കെ കുറേ നാട്ടിൽ നിന്ന് അടയ്ക്കാൻ പറ്റും. ചിലത് നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ട് അങ്ങനെ അടയ്ക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇവിടെ വെച്ചാൽ കോർട്ട് ചലാൻ വന്നു കഴിഞ്ഞാൽ അതായത് ഹിമാചലോ UP-യോ ഹരിയാനൊക്കെ ആ കോർട്ട് തന്നെ അടയ്ക്കേണ്ട വിഷയം വരുന്ന സമയത്ത് നല്ല സമയം എടുക്കും അത്. അതായത് ചിലതൊന്നും പെട്ടെന്ന് ചില കസ്റ്റമറൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കും, നമ്മളെ എടുത്ത വണ്ടിയാണെങ്കിൽ പോലും നമ്മളോട് ചോദിക്കും NOC കിട്ടേണ്ടത് ചലാൻ എന്താ നിങ്ങൾ അടച്ചു തരാത്തത്, അല്ലെങ്കിൽ എന്താ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്തിരി, അല്ലെങ്കിൽ നാളെ തന്നെ ചെയ്തു തരണം, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകേണ്ട ആളാണ്, അപ്പോൾ നമ്പർ ആക്കേണ്ടി, അങ്ങനത്തെ വിഷയങ്ങൾ വരലുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെടുത്ത എല്ലാ വണ്ടികൾക്കും NOC നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഈ ചലാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് പേ നൗ അല്ലെങ്കിൽ കോർട്ട് ചലാനോ അല്ല വെർച്വൽ കോർട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ കോർട്ട് ചലാനുകൾ ഈ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അത് ആ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ചെയ്യാൻ കഴിയും. അതിന് അതിൻ്റേതായ സമയം എടുക്കും. പക്ഷേ നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മളെ വണ്ടികളാട്ടോ പറയുന്നത്, നമ്മളെടുത്തുനിന്ന് നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള എല്ലാ വണ്ടിനും നമ്മൾ ചെയ്ത് കൊടുക്കും. പക്ഷേ അതിൻ്റെ സമയം എടുക്കും. സമയം എടുത്തിട്ടാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും വണ്ടി എടുത്തിട്ട് 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് ചലാനുകളുള്ളതിൻ്റെ പേരിൽ ഇതുവരെ നമ്പറാക്കാൻ പറ്റാതെ ഒരുപാട് ആളുകൾ പെട്ട് കിടക്കുന്നുണ്ട്. നാട്ടിൽ ഒരുപാട് ആളുകൾ ഈ ചലാൻ ക്ലിയർ ചെയ്യാൻ പറ്റാതെ പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് അറിയുന്ന ആൾക്കാരോ കുറേയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വണ്ടി എടുത്തിട്ടുള്ള ഒരുപാട് കോളുകൾ നമുക്ക് വരലുണ്ട്. ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചലാൻ ഉള്ളതുകൊണ്ട് എന്ത് NOC ഇഷ്യൂ ചെയ്ത് കിട്ടുന്നില്ല. ചില ആൾക്കാർക്ക് NOC കിട്ടിയിട്ടുണ്ട്, അതിനുശേഷം കുറേ ചലാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നാട്ടിൽ നമ്പർ ആവുന്നില്ല. അപ്പോൾ പല സ്റ്റേറ്റിലും അതായത് കർണാടകയിലോ അതേപോലെയുള്ള പല സ്റ്റേറ്റിലും ചലാൻ ഉണ്ടെങ്കിലും നമ്പറാവും. പക്ഷേ നമ്മളെ കേരളത്തിലും ഇവിടെയുള്ള ചലാനുകളാണെങ്കിലും അതായത് ഡൽഹിയിലോ UP-ലോ എവിടെയുള്ള ചലാനാണെങ്കിലും ആ ചലാനും കൂടി ക്ലിയർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് NOC കിട്ടിയ വണ്ടിയാണെങ്കിലും നമ്പർ ആവുള്ളൂ. അപ്പോൾ ഈ ചലാനുകൾ ക്ലിയർ ആക്കാൻ വേണ്ടി അവർ പല ഹിന്ദിക്കാരെ അല്ല പല ആൾക്കാരെ എടുത്ത വണ്ടിയായിരിക്കും. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചലാൻ ഞങ്ങൾ ഏറ്റെടുക്കില്ല, കാരണം NOC തന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കൈ ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഇത് നമുക്ക് നമ്പറാക്കാൻ പറ്റില്ല. NOC കിട്ടിയ വണ്ടിയാണെങ്കിൽ പോലും നമ്പറാക്കാൻ പറ്റാത്ത ഒരുപാട് ആൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കോളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ UP ഹരിയാന എവിടെ പോയിട്ട് വണ്ടി എടുക്കുകയാണെങ്കിൽ മാക്സിമം അവിടെ ബന്ധപ്പെടാൻ പറ്റിയ ഒരാളെ സെൻറ്ററിൽ നിർത്തുക. അത് നമ്മളെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾ എവിടെ പോയിട്ട് വണ്ടി എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അവിടെ എപ്പോഴും അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നിങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ചലാനുകൾ ചിലത് OTP വേണ്ടി ഉണ്ടാവും, OTP കിട്ടാൻ ബുദ്ധിമുട്ടാവും. ചിലതൊക്കെ കോർട്ടിൽ അടയ്ക്കേണ്ട ചലാൻ ഉണ്ടാവും. ഞങ്ങൾ അടച്ചോളാം എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷേ അവർ അടയ്ക്കില്ല എന്നുള്ളൊരു വിഷയം പൊതുവേ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ കോർട്ട് ചലാനൊന്നും നിങ്ങൾക്ക് അങ്ങനെ അടച്ച് എടുക്കാൻ ബുദ്ധിമുട്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബന്ധത്തിലോ അല്ല പരിചയത്തിലോ ഉള്ള ഒരാൾ ഡൽഹിയിലോ UP-ലോ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയം നിങ്ങളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ഈ വണ്ടി എടുത്ത ആളുമായിട്ടോ ബന്ധപ്പെടാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ചലാൻ എപ്പോഴും ഒരു വില്ലനാണ്, എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ കൂടെ ഒക്കെ ഓടിയ വണ്ടികൾക്ക് കണ്ടമാനം ചലാൻ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഈ കോർട്ട് ചലാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നതാണ്, എങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കലുണ്ട്. പരമാവധി നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ചലാനുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചലാൻ ഉണ്ടെങ്കിൽ തന്നെ അതിൽ കോർട്ട് ചലാനുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കോർട്ട് ചലാനൊക്കെ ഉള്ള വണ്ടികളാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും പരിചയമുള്ള ഒരാളെ കെയർ ഓഫിൽ എടുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പേന പോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഓണർ അടിച്ച് തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. അത് കുറച്ച് പൈസ പോയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കോർട്ട് ചലാൻ പോലെയുള്ള സംഭവം ചിലപ്പോൾ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. NOC കൂടി വന്നൊരു വണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഓണർമാർ അടച്ചു തന്നോളണമെന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും കെയർ ഓഫിൽ വണ്ടി എടുക്കാൻ നോക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ കോർട്ട് ചലാൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ വണ്ടിക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അത് ശ്രമിച്ചതിന് ശേഷം മാത്രം ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് വണ്ടി എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാക്കുന്ന ചലാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വണ്ടിക്ക് 44,000 രൂപേൻ്റെ ചലാനുണ്ട്. ഇതിൽ തന്നെ ഒരു പകുതിയോളം ചലാൻ പേ നൗ അതുകൊണ്ട് വെർച്വൽ കോർട്ടാണ്. അപ്പോൾ ചിലതൊക്കെ ഒരു 5-6 ചലാനുകൾ എന്ന് വെച്ചാൽ കോർട്ടാണ്. ഇപ്പോൾ പല കോർട്ടിൻ്റെയും ചലാൻ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അടയ്ക്കാൻ വേണ്ടി ഓരോ അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാതാക്കുന്ന 2000 രൂപേൻ്റെ ഒക്കെ ചലാനുകൾ ഇതൊക്കെ പേ നൗ ആണ്. അതായത് 2000 രൂപ കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റുന്നതാണ്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, കോർട്ട് പോകേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അതേ സ്ഥാനത്ത് ഇതാക്കുന്ന ഈ കോർട്ടെന്ന് കാണിക്കുന്ന ഇങ്ങനത്തെ കുറേ ചലാനുകളിലുണ്ട്, കോർട്ട് ചലാനുകൾ. അപ്പോൾ ഈ കോർട്ട് ചിലത് 0 ചലാൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അടയ്ക്കണമെങ്കിൽ നമുക്ക് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടേ അടയ്ക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റേതായ സമയം എടുക്കും. ഏത് വണ്ടി വന്നാലും ഉള്ളതാട്ടോ. നല്ലൊരു ശതമാനം വണ്ടിക്ക് ഈ ചലാനില്ലാത്ത വണ്ടികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം.
പ്രത്യേകിച്ച് ഡൽഹി UP ഹരിയാന വണ്ടികൾക്ക്. അപ്പോൾ ഈ വെർച്വൽ കോർട്ട് പോലുള്ള ഇപ്പോൾ 500 രൂപ ചലാൻ വെർച്വൽ കോർട്ടാണ് ഇത് കാണിക്കുന്നത്. ഇതിപ്പോൾ 500 രൂപ ആണെങ്കിൽ നമുക്ക് 100 രൂപയൊക്കെ അടയ്ക്കാൻ പറ്റും. അതൊക്കെ ഇപ്പം തന്നെ അടയ്ക്കാനും പറ്റുന്നതാണ്. അപ്പം ചില ചലാനുകൾ നമുക്ക് പെട്ടെന്ന് അടയ്ക്കാം. നമ്മൾ തന്നെ കസ്റ്റമറോട് പറയും, ചിലതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയും. ചിലത് ഈ പറഞ്ഞ പോലെ കോർട്ടിലുള്ളത് നമ്മളെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. അതൊക്കെ UP യിലാണെങ്കിൽ UP തന്നെ പല സ്ഥലത്തുള്ള കോർട്ടായിരിക്കും, അല്ലെ ഹരിയാനയിലാണെങ്കിൽ പല സ്ഥലത്തുള്ള കോർട്ടായിരിക്കും. അപ്പോൾ അത് അവിടെ നിന്ന് അടച്ച് ക്ലിയറായി വരാൻ അതിൻ്റേതായൊരു സമയം എടുക്കും. അതായത് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പം പോയിട്ട് അടയ്ക്കാൻ പറ്റുന്നൊരു കേസല്ല, അത് കുറച്ചൊരു ഡിലേ വരും. പക്ഷേ നമ്മളെ വണ്ടികളൊക്കെ നമ്മൾ പറയാറുണ്ട്, എപ്പോഴായാലും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ അത് നമ്മൾ ചെയ്തു തരും. പക്ഷേ അതിൻ്റേതായൊരു സമയം വേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പല സ്ഥലത്തു നിന്നും വണ്ടി എടുത്ത ആളുകൾ, ഒരുപാട് ആളുകൾ 1 വർഷവും 2 വർഷവും ആയിട്ട് ഈ ചലാൻ്റെ പേരിൽ നമ്പറാകാതെ വണ്ടി ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുന്നതും പല രീതിയിലും ആയിട്ടുള്ള ആളുകൾ നമ്മളെ ബന്ധപ്പെടലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ.